അഭിവാദ്യങ്ങൾ മനോജേട്ടൻ അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ജയ് 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 ഭാരത് മാതാ ജയ് 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 ഭാരത് മാതാ ജയ് 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 ബിജെപി ജയ് 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 ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി അഭിവാദ്യങ്ങൾ 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 മനോജേട്ടൻ അഭിവാദ്യങ്ങൾ മനോജേട്ടന് അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ഭാരത് മാതാ കി ഞാൻ 2016 ഞാൻ പട്ടാമ്പിയിൽ നിന്ന് മത്സരിച്ചിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ നിയോഗം പിന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പട്ടാമ്പിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പോരാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കും. അതിന്റെ ഭാഗമായിട്ട് പട്ടാമ്പിയും തീരും. അതിൽ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ആണ് ഞാൻ ഈ സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇല്ല, പാർട്ടിക്ക് അങ്ങനെ വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾക്ക് മുന്നോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ രീതിയിൽ മുൻകാലങ്ങളിൽ നിന്നുണ്ടായിരുന്നതിനേക്കാൾ അപേക്ഷിച്ച് 2016 ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് വോട്ടിംഗ് പെർസെന്റേജിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. മണ്ഡലത്തിൽ 3 തവണയായിട്ട് വരുന്നു. അവകാശപ്പെടുന്നു. ഈ വികസനം ഒരു PR വർക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, പട്ടാമ്പിയിലെ പല ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് പട്ടാമ്പിയിൽ യഥാർത്ഥത്തിൽ എന്ത് വികസനമായിട്ടുണ്ടായിട്ടുള്ളത്? ഇപ്പൊ 3 വർഷമായി ഒരു റോഡിന്റെ പണി, 11.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോഡിന്റെ പണി ആരംഭിച്ചിട്ട് 3 വർഷമായി. ഇപ്പോഴും ആ റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പട്ടാമ്പിയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും എന്നുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടാണ് ആ റോഡിന്റെ പണി ആരംഭിച്ചത്. അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. വാടാനംകുറിശി മേൽപ്പാലം 3 വർഷത്തിലേറെ സമയമായി, ഇപ്പോഴും പണി എവിടെയും എത്തിയിട്ടില്ല. ഇപ്പൊ പട്ടാമ്പിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പട്ടാമ്പി ഹോസ്പിറ്റൽ റോഡ്, ആ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. 40 ലക്ഷം രൂപ വകയിരുത്തി എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ 1 വർഷം മുമ്പേ. ഇപ്പോഴും അത് എവിടെയും എത്തിയിട്ടില്ല. പട്ടാമ്പിയിലെ ബൈപ്പാസ് 10 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ് പട്ടാമ്പിയിലെ ബൈപ്പാസ് റോഡിന്റെ പണി. ഇപ്പോഴും അത് പൂർത്തീകരിച്ചിട്ടില്ല. പട്ടാമ്പിയിലെ ആശുപത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു സ്ത്രീ വളരെ ദയനീയമായി മരണപ്പെട്ടത്, വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ. വളരെ ശോചനീയമായ അവസ്ഥ. വേണ്ടത്ര ഡോക്ടർമാരില്ല. പല ഒരു താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞിട്ട് പോലും വേണ്ടത്ര സ്പെഷ്യാലിറ്റി ഡോക്ടർമാരില്ല. ഇത് പട്ടാമ്പി ടൗണിന്റെ കാര്യം മാത്രമല്ല, പട്ടാമ്പി നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാല്, കാർഷിക മേഖലയായി കഴിഞ്ഞാലും പട്ടാമ്പിയിലെ വ്യവസായം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊഴിൽ സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. നമ്മളുടെ വനിതകളുടെ തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോ വിളയൂരൊരു തടയണ, അതിന്റെ അവസ്ഥ നമുക്കറിയാം. 2 പുഴകളുടെ നടുവിൽ നിൽക്കുന്ന സ്ഥലമാണ് പട്ടാമ്പി, ഭാരതപ്പുഴയുടെയും തൂതപ്പുഴയുടെയും. ഈ 2 പുഴകളുടെയും അവസ്ഥ വളരെ അതിന്റെ മലിനീകരിക്കപ്പെട്ട അവസ്ഥ. ആ പുഴയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇപ്പോഴും ഈ 2 പുഴകളുടെയും ഇടയ്ക്കിൽ കിടക്കുന്ന സ്ഥലം ജല ദൗർലഭ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കാർഷിക മേഖല തകർന്നു കിടക്കുകയാണ്. പട്ടാമ്പിയിലെ ഒരു പൊതുശ്മശാനം UDF-ഉം LDF-ഉം ആവർത്തിച്ച് മാറിയിട്ട് ആ ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. ഇപ്പോഴും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് വളരെ വേഗത്തിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷെ ഇതുവരെയും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പട്ടാമ്പിയിലെ ഡയാലിസിസ് സെന്റർ, അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മന്ത്രി ധൃതി പിടിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴും അതിലെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള പ്രയോജനം അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് പട്ടാമ്പിയുടെ യാഥാർത്ഥ്യങ്ങൾ. ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു PR വർക്കിലൂടെ
വലിയ വികസന നായകൻ എന്നുള്ള പരിവേഷമാണ് അവതരിപ്പിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് LDF ആവർത്തിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പട്ടാമ്പിയിലെ LDF കാൻഡിഡേറ്റിന് മാത്രം എതിരെയായിട്ടുള്ള ഒരു മത്സരമല്ല. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തില് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് BJP ഇത് എടുത്തിരിക്കുന്നത്. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.